എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമി ഫെസ്റ്റിവൽ റൈറ്റേഴ്സ് കായുടെ പുതിയൊരു എഡിഷനിൽ വീണ്ടും നിങ്ങളോടൊപ്പം എത്തിച്ചേരുന്ന വലിയൊരു സന്തോഷമുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ മോഡറേറ്ററായിട്ടും അല്ലെങ്കിൽ സ്പീക്കറായിട്ടൊക്കെ വരുന്നതാണ്. അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇത്തവണ ഇതിൻ്റെ ഭാഗമായി ഒരു സെഷൻ മോഡറേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ആ സെഷന് ഇട്ടിരുന്ന പേര് രാഷ്ട്രീയാതിർത്തി കടക്കുന്ന സൗഹൃദങ്ങൾ എന്നുള്ള സെഷനാണ്. അതിനെ കൂടുതൽ അതിൽ ത്രസിപ്പിച്ചത് അതിൽ പങ്കെടുക്കുന്ന മൂന്നാളുകളും വളരെ വേണ്ടപ്പെട്ട ആളുകളും അതോടൊപ്പം വലിയ സൗഹൃദത്തിൻ്റെ ആഴമുള്ള ബന്ധമുള്ള ഇവരറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യവുമാണ്. സാധാരണ ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വായിക്കുന്ന ഒരു വാക്കല്ല പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം. സൗഹൃദം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കൂൾ സൗഹൃദം, കോളേജ് സൗഹൃദം, കലാരംഗത്തെ സൗഹൃദം, കലാരംഗത്തുള്ള വഴക്ക്, സാംസ്കാരിക രംഗത്തെ സൗഹൃദം, സിനിമയിലെ സൗഹൃദം, അതൊക്കെയാണ് ഒരു പൊതുരംഗത്ത് സാധാരണ പറയുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ സൗഹൃദം എന്നുള്ള വാക്ക് ഒരിക്കലും ചേർത്ത് ആരും പറയാറില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ വലിയ സൗഹൃദങ്ങളുണ്ട്, വലിയ ആഴമുള്ള സൗഹൃദങ്ങളുണ്ട്. ആഴമുള്ള സൗഹൃദങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടുള്ള 3 വ്യക്തികളാണ്, 3 പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന. എന്നാൽ കഴിഞ്ഞ ഞാൻ വർഷം പറഞ്ഞാൽ അത് ഇവർ തന്നെ പറയട്ടെ, ഇവരുടെ പ്രായം നിങ്ങൾ കണക്കൂട്ടും, എന്നാലും ഒരു വലിയ ആഴത്തിലുള്ള, ഞാൻ ആഴം മാത്രമേ പറയുന്നുള്ളൂ, ആഴത്തിലുള്ള സൗഹൃദ ബന്ധം ഉള്ള 3 വ്യക്തികൾ. ഒരമ്മ പെറ്റ സഹോദരങ്ങളെ പോലെ സൗഹൃദത്തിന് നിർവചനം ഒരു വലിയൊരു ഒരു കുടുംബ ബന്ധം പോലെ തന്നെ ഇവരും ഇവരുടെ മക്കളുമൊക്കെ ചേർന്ന് മുന്നോട്ട് പോകുന്നത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ CP ജോൺ സർ. അദ്ദേഹം ഈ പ്രോഗ്രാമിലെല്ലാം ഒരു സ്ഥിരം മുഖമാണ്, പല സെഷനുകളും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ CP ജോൺ സർ. അതോടൊപ്പം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് കുറുപ്പ്. എനിക്ക് ടെൻഷനുള്ളത്, സാധാരണ സുരേഷ് കുറുപ്പിനോട് പരിപാടിക്ക് വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ വരണം. കാരണം ഏറ്റവും ഏജ് ഇസ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു അല്പം അപകർഷതാബോധത്തോടാണ്, എൻ്റെ അമ്മയോട് പഠിച്ചതാണ്, എന്നാലും ഞാൻ ശ്രീ സുരേഷ് കുറുപ്പിനോടൊപ്പം നിൽക്കുന്നത്. ശ്രീ സുരേഷ് കുറുപ്പ്. അതോടൊപ്പം ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ MS കുമാർ, BJPയുടെ വക്താവ് എന്നതിനേക്കാൾ ഉപരി എൻ്റെയൊക്കെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ 90കൾ 2000കളിലൊക്കെ ഏറ്റവും കൂടുതൽ BJP ഈക്വൽ ടു MS കുമാർ എന്നുള്ളൊരു പൊതുബോധം. ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്തൊക്കെ BJP എന്ന് വെച്ചാൽ MS കുമാർ ആയിരുന്നു ആ തലമുറയിലെ. എന്നാൽ ഇപ്പോഴും വളരെ സജീവമായി BJPയുടെ മുഖമായിട്ടുള്ള ശ്രീ MS കുമാർ. ഇപ്പം ഇവരെല്ലാം കണക്ട് ചെയ്യുന്നൊരു കോമൺ ത്രെഡ് ഇവരുടെ സൗഹൃദമാണ്. ഞാൻ കൂടുതൽ സമയത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെങ്ങനെയാണ് ഒരല്പം പൈങ്കിളി ഭാഷ പറഞ്ഞ പരസ്പരം കണ്ടെത്തിയത്? ആദ്യം CP തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാം ഒരേ തോൽ പക്ഷികളായിട്ട് ഒരേ എന്താ പറയുക, ലെഫ്റ്റ് സ്റ്റുഡൻറ്റ് യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നു. അതിൽ കുമാർ അന്ന് PSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി, DYFൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഞാൻ SFIയുടെ ഭാരവാഹിയായിരുന്നു, കുറുപ്പുമായിരുന്നു. ഞാൻ കുമാറിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ ഇവിടെ ഈ തിരുവനന്തപുരത്തൊരു സൗഹൃദ കൂട്ടായ്മ അന്ന് സജീവമായിരുന്നു, കുഞ്ചു. ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്നത് കുഞ്ചുവാണ്, കുഞ്ചുപിള്ള. ഇവളെ മരിച്ചുപോയി. അപ്പോൾ കുഞ്ചുപിള്ളയുടെ അതേപോലെ തന്നെ U ജയചന്ദ്രൻ, കുഞ്ചുപിള്ള, അങ്ങനെയൊക്കെയുള്ള. U ജയചന്ദ്രൻ നിങ്ങൾ പലർക്കും അറിയുണ്ടാവും, കവിതയൊക്കെ. ആ ഒരു സെറ്റുണ്ട്, അവരൊരു ഭയങ്കര രസമുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മുടെ M വിജയകുമാറിൻ്റെ ബന്ധുക്കൾ, അവരുടെയൊക്കെ ഒരു പ്രസ് ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ പരിചയമുണ്ട്. പക്ഷെ കുമാറുമായിട്ട് കാണുന്നത് അന്ന് വിദ്യാർത്ഥി യുവജന ഒരു ജാഥ കാസർഗോഡ് നിന്ന് തൃശ്ശൂർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തൃശ്ശൂർക്കോ തെക്കുന്നോ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാനും കുമാറും ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അന്നാണ് ഏറ്റവും കൂടുതൽ കുമാറുമായിട്ട് ബന്ധപ്പെട്ടതും പരിചയപ്പെട്ടതും. പിന്നെ ഇവരുടെ നേരത്തെയുള്ള സൗഹൃദമൊക്കെ ആയിട്ട് വലിയ ഇണക്കമായി. കുറുപ്പായിട്ടെന്ന് പറയുമ്പോൾ SFIയുടെ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും ഭാരവാഹികളും, ഞാൻ പ്രസിഡൻറ്റും, ഞാൻ സെക്രട്ടറിയും കുറുപ്പ് പ്രസിഡൻറ്റുമായിരുന്നു. ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആദ്യത്തെ കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു കുറുപ്പ്. പിന്നെ ഓൾ ഇന്ത്യ കമ്മിറ്റികൾ. പിന്നെ അത് മറ്റ് പലരെക്കാളും ഞങ്ങളൊരു ഇരട്ടക്കുട്ടികളെ പോലെ ആയി എന്ന് മാത്രമല്ല, ഞാൻ സമയമെടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സൗഹൃദത്തിൽ രാഷ്ട്രീയമില്ല, എന്നാൽ രാഷ്ട്രീയത്തിൽ സൗഹൃദവും ഇല്ല. രാഷ്ട്രീയം പറയുമ്പോൾ ഒരു സൗഹൃദവും ഇല്ല. ഞങ്ങൾ
ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ തന്നെ ഭയങ്കര ശക്തമായ, ആത്മാർത്ഥമായി ശക്തമായ, കാണാൻ ആരും ഇല്ലല്ലോ ഇതുപോലത്തെ, വളരെ ശക്തമായ ചൂടേറിയ വാഗ്വാദം തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയം പറയുമ്പോൾ സൗഹൃദമില്ല, മത്സരിക്കുമ്പോഴും സൗഹൃദമില്ല, പക്ഷേ സൗഹൃദത്തിൽ രാഷ്ട്രീയമില്ല. ഇതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എല്ലാ കാര്യത്തിലും, ഈ വിഷയത്തിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ തലമുറകളായിട്ടൊരു ബന്ധം. ഞാനും ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടു കൂടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, കുറുപ്പിൻ്റെ അമ്മ ഒരിക്കൽ ഗുരുവായൂർ തൊഴാൻ വന്നു. അപ്പോൾ കുറുപ്പൊന്നും കൂടെ ഇല്ല. തൊഴാൻ വന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ കുന്നംകുളത്ത് ഇറങ്ങിയിട്ട് എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് പോയത്. എനിക്കിപ്പോൾ അത് ബസ്സിലാണ്, കാറിലൊന്നുമല്ല. ഞങ്ങൾ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നടന്ന്. പിന്നെ അപ്പം എൻ്റെ അമ്മയ്ക്ക് കുറുപ്പിൻ്റെ അമ്മയെ അറിയാം, ഞാനും കുറുപ്പും എൻ്റെ ഭാര്യയും കുറുപ്പിൻ്റെ ഭാര്യയും മക്കൾ, ഇപ്പോൾ കൊച്ചുമക്കളും, ഇപ്പം 4 തലമുറയായിട്ട് എല്ലാ ഒരു ബന്ധുക്കളുടെ പോലെ ഒരു എന്താ പറയുക, ഒരു 4th ജനറേഷൻ കസിൻസ് എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ കുമാറിൻ്റെ വീട്ടിലും കുമാറിൻ്റെ കുടുംബമായിട്ട് വളരെ അടുപ്പം, എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാം. ഞാനും കുടുംബമായിട്ട് പോകുന്ന അപൂർവം വീടുകളിലൊന്ന് കുമാറിൻ്റെ വീടാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഞാൻ പോയ ഏക വീട് കുമാറിൻ്റെ വീട്. അവരിങ്ങോട്ട് വേറെ ആർക്കും പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ സൗഹൃദം വളരെ ശക്തമായി, പരസ്പരം വളരെ അടുത്തു, വളരെ സ്നേഹമായി. പിന്നെ ആർക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമോ രോഗമോ ഒക്കെ വന്നാൽ ആദ്യം ഓടി എത്തുന്നത് മറ്റ് 2 ആളായിരിക്കും. അതുപോലെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. ഞാൻ ഒരിക്കൽ എനിക്കൊരു മർദ്ദനമൊക്കെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കണ്ണൂർ കിടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുമാറോടെ നിൽക്കണം. അപ്പം എങ്ങനെ വന്നു? അല്ല, അത് ഞങ്ങൾ പുറപ്പെട്ട് വേണു ഉണ്ടായിരുന്നു, VK വേണു. അപ്പം അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ട്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങൾ എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ്? ജോൺ പറഞ്ഞതുപോലെ ഒരു സമര വേദിയിലാണ് ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. 79. ആ യാത്രയിൽ ശരിക്കും വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു EP ജയരാജൻ, TP ദാസൻ, E രാജേന്ദ്രൻ, അദ്ദേഹം ഇപ്പം നമ്മളൊപ്പം ഇല്ല. അങ്ങനെ യുവജന വിദ്യാർത്ഥികളുടെ നേതാക്കളുടെ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലാണ് ഞങ്ങളെ ഏകോപിപ്പിച്ച ഒരു കാര്യം, ഇപ്പം ജോൺ പാടാറുണ്ടോ എന്ന് എനിക്കറിയില്ല, കേൾക്കാറില്ല. പണ്ട് ജോൺ നന്നായി പാടുമായിരുന്നു. പാടും നന്നായിട്ടെന്ന് പറഞ്ഞാൽ താരതമ്യേന എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ ജോൺ വലിയ ഗായകനാണ്. ചില ഒക്കേഷനിൽ മാത്രമേ പാടത്തുള്ളൂ, അതോ എപ്പോഴും പാടുമോ? അല്ല, എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്, സാധാരണ ആ ഒക്കേഷൻ നമുക്ക് പരിചയം. ഈ യാത്രക്കിടയിൽ നമ്മൾ ഒന്നിച്ച് തങ്ങുന്നിടത്ത് ജോൺ പാടും. പഴയ പാട്ടുകൾ ജോൺ ഏത് പാടണമെന്ന് സെലക്ട് ചെയ്യാൻ ഞാനും പറയും. അങ്ങനെ ഒരു ബന്ധം ആണ് തുടക്കിയത്. അങ്ങനെ പിന്നെ അത് അനുസ്യൂതം തുടരുന്നു എന്നുള്ളതാണ്. ജോൺ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുന്ന ഈ രോഗം വന്നപ്പോഴും എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് വന്നതുപോലെ തന്നെ നമ്മളതിനെ കാണുന്നത്. വേറൊന്നും തോന്നിയിട്ടില്ല. ജോണിൻ്റെ വീടും എൻ്റെ വീടും പരസ്പരം ഉണ്ടാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന ജോണിൻ്റെ സഹോദരിയാണെന്ന് വരെ അങ്ങനെ ഒരു കഥയും അതിൻ്റെ ഒരു ഇതുണ്ട്. കുറിപ്പുമായിട്ട് ഞാൻ അത് ഈ പറഞ്ഞ കാലം കിട്ടും തന്നെ. ഏതാണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ്. അന്ന് നേരത്തെ പറഞ്ഞില്ലേ കുഞ്ചുപിള്ള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാം ഒരു കോമൺ ഫ്രണ്ടായിരുന്നു. അദ്ദേഹം KK കുമാരപിള്ള എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു, പഴയ RSPയുടെ നേതാവാണ്. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുവദിച്ച മുറിയിലാണ് ഈ കുഞ്ചു താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ്റെ മകനാണ് കുഞ്ചു. ഈ KK കുഞ്ചുപിള്ള എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകനാണ് KK കുമാരപിള്ള. കുഞ്ചു കുമാരപിള്ള ചേട്ടൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അതാണ് ഈ കുഞ്ചുപിള്ള എന്ന് ഇദ്ദേഹത്തിന് പേരിടാൻ കാരണം. അദ്ദേഹം ആ കാലത്തിലൊരു അപകടത്തിൽ മരിച്ചുപോയി. കുഞ്ചുവിൻ്റെ മുറിയിൽ കൂടുന്നൊരു സൗഹൃദ സദസ്സുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൽ പിൽക്കാലത്ത് സിനിമാ നടനായി തീർന്ന വേണു നാഗവള്ളി, അന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വരും. കലാകൗമുദിയിലെ കറസ്പോണ്ടൻ്റ് ആയിരുന്നു നെടുമുടി വേണു. അന്ന് അദ്ദേഹം സിനിമാ നടനല്ല. ഈ പറഞ്ഞ 2 പേരും അന്ന് സിനിമയുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ കുഞ്ചുവുമായിട്ടും ഞങ്ങളുമൊക്കെയുള്ള സൗഹൃദത്തിൽ അവിടെ വരും. ആ ഒരു ബന്ധമാണ്. അതിൽ തിരുവനന്തപുരത്തെല്ലാം ഇദ്ദേഹം ഉണ്ടാവും, ജോണ് ഇടയ്ക്കിടെ വരും. അങ്ങനെയുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ വളർന്നാണ്. അന്ന് ശ്രീ സുരേഷ് കുറുപ്പ് കോട്ടയംകാരൻ തന്നെയല്ലേ? ട്രിവാൻഡ്രത്ത് ബേസ് ഇല്ലല്ലോ. ഈ ചർച്ചയുടെ വിഷയത്തിന് രാഷ്ട്രീയ അതിർത്തി ഭേദിക്കുന്ന സൗഹൃദങ്ങൾ, അങ്ങനെ സൗഹൃദത്തിനൊരു രാഷ്ട്രീയ അതിർത്തി ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ അതിർത്തി ഭേദിച്ച സൗഹൃദത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറയാനാണെങ്കിൽ, ഞാൻ ജനിച്ച പട്ടണം കോട്ടയം,
പഠിച്ച കോളേജ് CMS കോളേജ്, ഇത് രണ്ടും എൻ്റെ ജീവിത വീക്ഷണത്തെയും സ്വഭാവത്തെയും എല്ലാം രൂപപ്പെടുത്തിയ പ്രധാന ഘടകങ്ങളാണ്. അപ്പം കോട്ടയത്ത് അങ്ങനെ വാശിയേറിയ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു പാരമ്പര്യമില്ല. അതുപോലെ തന്നെ CMS കോളേജും അങ്ങനെയാണ്. വലിയ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയാണ് CMS കോളേജ്. അപ്പം അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണാമമായിട്ട് ഞാൻ മറ്റുള്ള വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങളെ കാണുന്നുള്ളൂ. അതിനൊരു അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഈ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ജോണും ഞാനുമായിട്ട് വന്നത് സ്വാഭാവികമായി വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു സ്നേഹബന്ധം. അതായത് ഞാനും ജോണുമായി എനിക്ക് തോന്നുന്ന ആദ്യത്തെ കാഴ്ച തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സൗഹൃദം ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അത് പിന്നെ ജോൺ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തെങ്കിലും ആ സൗഹൃദം ഇന്ന് വരെ, ആ സമയത്തോ അതിന് ശേഷമോ ഒന്നും അതിനൊരു ഇടർച്ച വന്നിട്ടില്ല. കുമാറുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. കുഞ്ചുപിള്ളയുടെ പ്രസ് ഉണ്ടായിരുന്നു ഇവിടെ ഊറ്റുകുഴിയിൽ, ശ്രീനീല പത്മം. അവിടെ ആ പ്രസ്സും അദ്ദേഹം താമസിച്ചിരുന്ന മുറിയും പിന്നെ ട്രിവാൻഡ്രം ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച മുറിയും എല്ലാം വലിയ സൗഹൃദ കൂട്ടായ്മകളുടെ കേന്ദ്രമായിരുന്നു. പിൽക്കാലത്ത് ഇവിടെ പറഞ്ഞ മാതിരി കേരളത്തിൽ പല രംഗത്തും പ്രശസ്തരായ ആളുകൾ അന്നങ്ങനെയല്ല, അന്ന് അത്രയൊന്നും ആയിട്ടില്ല. അവരെല്ലാം ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു വൈകുന്നേരം കുഞ്ചുവിൻ്റെ പ്രസ് വീട്, പ്രസ് താമസ സ്ഥലമൊക്കെ. കുമാറുമായിട്ടുള്ള പരിചയം അവിടെ വെച്ച് തുടങ്ങുന്നത്. കുമാർ ഈ BJP-യിലേക്കുള്ള തള്ളിക്കയറ്റം തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ BJP എന്നെങ്കിലും ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് മുമ്പ് BJP ആയ ആളാണ്. അപ്പോൾ കുമാർ BJP-യിലോട്ട് പോയപ്പോഴും ആ സൗഹൃദത്തിന് എന്തെങ്കിലും ഒരു 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 ഇടർച്ച വരണം, അല്ലെങ്കിൽ സൗഹൃദം അവിടെ വെച്ച് നിർത്തണമെന്ന് എനിക്ക് തോന്നിയില്ല. എന്നോടുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് കുമാറിനും തോന്നിയില്ല. അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. ഞങ്ങൾ മൂന്നും തമ്മിലുള്ള സൗഹൃദം 3 പേരെയും ഒരേപോലെ സഹായിച്ചിട്ടുണ്ട്. 3 പേർക്ക് ഒരേപോലെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ചില ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും ഞങ്ങൾ 3 പേരും ഗവനിച്ചിട്ടില്ല. ഈ സൗഹൃദത്തിൽ ഞാൻ വളരെ വളരെ ആഹ്ലാദം ഉള്ള ആളാണ്, അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടല്ലോ എന്നുള്ളത്. ഇതിൽ ശ്രീ സുരേഷ് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് മുന്നോട്ടൊന്ന് പോകാൻ വേണ്ടി, അപ്പം ഈ പറഞ്ഞ ശ്രീ MS കുമാറിൻ്റെ ആണെങ്കിലും ശ്രീ CP ജോണിൻ്റെ ആണെങ്കിലും ആ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള മാറ്റം, അത് നമ്മൾ ഇന്ന് കാണുന്ന പെട്ടെന്നൊരു ദിവസമുള്ള ഒരു മാറ്റമല്ല. വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും ശ്രീ CP ജോണിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനകത്തുള്ള തന്നെ ഒരു വലിയ ഷിസമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഐഡിയോളജിക്കൽ പോരാട്ടമൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ശ്രീ MS കുമാർ BJP-യിൽ പോകുമ്പോഴും CP ജോൺ പുതിയൊരു പാർട്ടിയിലേക്ക് MVR-നോട് പോകുമ്പോഴും, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ എളുപ്പമായിരിക്കാം, പക്ഷേ തീർച്ചയായിട്ടും ഉറപ്പാണ്, പ്രത്യേകിച്ച് CPM പോലുള്ള പ്രസ്ഥാനത്തിനകത്ത് നിന്ന് വിട്ടുവരുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സൗഹൃദത്തിലും ഒരുപക്ഷെ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ശ്രീ സുരേഷ് കുറുപ്പിനെയും അല്ലെങ്കിൽ കുമാരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് CPM ഒക്കെ അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? കാരണം നമ്മൾ ഇതുവരെ പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റിന്റെ ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ സ്പ്ലിറ്റ് ആയിരുന്നു അത്. ഐഡിയോളജി എന്ന് പറയാൻ വയ്യ. അതിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിരുന്നു അത്. അപ്പോൾ ഞാനത് താമസിക്കുന്നത് നമ്മുടെ ലോ കോളേജ് ജംഗ്ഷനിൽ, അവിടെ എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്കൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെ താമസിച്ചത്. എനിക്ക് കുന്നംകുളത്ത് വീടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഇവിടെയാണ് തിരുവനന്തപുരത്ത് താമസിച്ചത്. അല്ലെങ്കിൽ പണ്ട് MLA ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ AK സെൻറ്ററിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ആ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ഇതിങ്ങനെ വളരെ സംഘർഷഭരിതമാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. എന്നോട് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിട്ടുള്ളത്, കണ്ണൂർ പോലീസിങ്ങിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അൺടുവേർഡ് ഇൻസിഡൻറ്റ്, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, അനിഷ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അടി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കല്ലേറെ അടി, അൺടുവേർഡ് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ കാലത്താണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം
മണിക്കൂറിൽ 2 എന്നൊക്കെയുള്ള മാതിരി വയർലെസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളത് അതൊന്ന് റെക്കോർഡ് ചെയ്യണം. ഒരു പോലീസ് ഹിസ്റ്ററിയിൽ ഒരു പൊളിറ്റിക്കൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്തു, അതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ 5-6 മാസക്കാലം ഇങ്ങനെ പിന്നെ അവസാനം ഒരു പോലീസിനൊരു ഗ്രാഫൊക്കെ വരയ്ക്കേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ച ഇത്ര, ഈ ആഴ്ച അങ്ങനെ. അപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. അപ്പോൾ ആ സമയത്താണ് കുറുപ്പ് എൻ്റെ വീട്ടിലേക്ക് വരുന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ പാർട്ടി വിട്ട് പോകുന്നത് വേറെ ആർക്കും ഒരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ എനിക്കത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നീ അത് പുനഃപരിശോധിക്കണം, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കൊരു ചെറിയ ഭ്രാന്തുണ്ടല്ലോ, അതുകൊണ്ട് അതിനെനിക്ക് അങ്ങനെ എപ്പോഴും തുടരുന്നുണ്ട്. അത് തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ യാതൊരു ആലോചനയില്ല, ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമല്ല. പിന്നെ അന്ന് ഞങ്ങളുടെ ഇടയിലുള്ള എം വി ജയകുമാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരാൾ, ഇന്നും അതെ, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അപ്പോൾ എം വി ജയകുമാറും ഇതുപോലെ വന്നിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ വരുന്നില്ല, അപ്പോൾ VS വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വരണമെന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ കൂളായിട്ടാണ് പറയുന്നത്. പക്ഷേ വിജയകുമാർ കരഞ്ഞുപോയി. അപ്പം നീ ശരിക്കും പോവുകയാണോ അങ്ങനെ? അപ്പം നീ മത്തായി ചാക്കോനെ വിളിച്ചുകൊണ്ട് പോകരുത്. ഞാനാരെയും വിളിച്ചുകൊണ്ട് പോകുന്നില്ല, എനിക്ക് വയ്യ. അങ്ങനെ അതൊക്കെ ഒരുപാട് കഥകളുണ്ട്, മറ്റൊരു പേരുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു പിടിച്ച് പറിക്കുന്ന ഒരു സമയം തന്നെയാണത്. പക്ഷെ കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യത്തിൽ കുറുപ്പിന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഏക MP ഇന്ത്യയിൽ പിന്നെ ത്രിപുരയും ബംഗാളും കഴിഞ്ഞാൽ വേറൊരു MP ഇല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൺവീനർമാരിൽ ഒരാളാണ് ഞാൻ. ഒരാളെന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു സമാന്തര പ്രവർത്തനം ഉണ്ടായിരുന്നു, അതിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. അന്ന് ഇൻസിഡൻ്റലി അന്നാണ് ഈ സുരേഷ് കുറുപ്പിൻ്റെ പടമാണ് CPM ആദ്യമായിട്ട് പോസ്റ്ററിൽ പ്രിൻ്റ് ചെയ്തത്, സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ പാടില്ല, എന്താണ് നിയമം? കയ്യടിക്കണ്ട, ഞാനാണ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ പാടില്ല, അത് പ്രിൻ്റ് ചെയ്യാൻ അനുവാദം മേടിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ അനുവാദം തരേണ്ടത് TK രാമകൃഷ്ണനാണ്. അപ്പോൾ TK രാമകൃഷ്ണൻ ചാലക്കുടിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അപ്പോൾ ഞാൻ അന്നൊക്കെ കാറൊന്നും വേണ്ട, ഈ ബസ്സൊക്കെ പിടിച്ചാൽ നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ TKയോട് ചോദിച്ചു, TK അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറുപ്പിൻ്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ്, അതിൻ്റെ യാതൊരു ആവശ്യമില്ല, ചിഹ്നത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, പേര് സുരേഷ് കുറുപ്പ് എന്നാണ് മൂപ്പര് പറയുക. അപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ പേര് വെച്ചാൽ മതി. പിന്നെ എനിക്ക് ചോദിച്ചതിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ പടത്തിൽ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും നമ്മുടെ പാർട്ടിക്കില്ല, ചിഹ്നത്തിൽ പോയിട്ട് വോട്ട് ചെയ്താൽ മതി. അപ്പോൾ വേറെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ പറയില്ല. അപ്പോൾ അല്ല, മോശമായിട്ടൊന്നുമല്ല, അല്ല അങ്ങനെ ഒരു റേസിസ്റ്റ് ആവണ്ട എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു അർത്ഥം. കറക്റ്റാണ്, പൊളിറ്റിക്കലായിട്ട് കറക്റ്റാ. അപ്പോൾ ഞാൻ പറഞ്ഞു, TK അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പേരിൽ അങ്ങ് അടിക്കാമല്ലേ? അപ്പം TK ഭയങ്കര രസിക്കനാണ്. TK പറഞ്ഞു, അപ്പം എന്തായാലും അടിക്കുമല്ലേ? അടിക്കാതിരിക്കാൻ പറ്റും അല്ല. അപ്പം ആട്ടുപുള്ളൊക്കെ എടുക്കുന്നതൊക്കെ കുമാറാണ്. അപ്പോൾ അല്ല, അപ്പം അടിക്കുന്ന ഉറപ്പായില്ലേ? അപ്പം അടിക്കുന്ന ഉറപ്പായി. ഇനി അതിനോ പറഞ്ഞു, TK പറഞ്ഞിട്ട് ഇനി അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പ്രിൻ്റ് ആൻഡ് പബ്ലിഷ് ബൈ CP ജോൺ ഓൺ ബിഹാഫ് ഓഫ് എന്താണ് പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫ്രണ്ട്. അങ്ങനെ ഫ്രണ്ടൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് അടിച്ചു. അപ്പം പലതരത്തിലുള്ള വയസ്സന്മാർക്ക് ഇഷ്ടപ്പെടുന്ന കുറിപ്പ്, യുവതികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറിപ്പ്, യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കുറിപ്പ് നെറ്റ് കണ്ടിട്ടുണ്ട്. ഒരു 5-6 പടം, 5-6 പടങ്ങളുണ്ട്. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അന്ന് രാജേന്ദ്രൻ അതൊക്കെ ഡിസൈൻ ചെയ്തു. കുക്കു രാജേന്ദ്രൻ അറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്ത്. അപ്പോൾ അന്ന് അത്രയും ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണല്ലോ ഇലക്ഷൻ റിസൾട്ട്. അപ്പോൾ അത് AK ബാലന്, അന്ന് കുറുപ്പിയുടെ പറഞ്ഞു, അത് AK ബാലിന് വേണ്ടിയിട്ട് തുടങ്ങിയത് അത് ഒട്ടുപാലത്ത്. ഇതാണ് ഫുൾ ഫ്ലെഡ്ജായിട്ട് 450 വളണ്ടിയർമാർ എൻ്റെ കൺവീനർഷിപ്പിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ജയിച്ച ഒരാൾ, ഞാൻ പറഞ്ഞു വന്നത് വഴിതെറ്റിപ്പോയത് 2 കാര്യത്തിൽ കുറിപ്പ് ക്ലിയർ ആയിരുന്നു.
CPM വിടുന്ന പ്രശ്നമേ ഇല്ല. ആ ആൾക്കാർക്ക് ഇപ്പം ചെറിയ സംശയമുള്ളൂ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഈയിടെ എന്നോട് കേരളാമതിയിൽ ചോദിച്ചു, അപ്പോൾ കുറുപ്പിൻ്റെ ചേട്ടനാണല്ലേ കുറുപ്പിനെ പിടിച്ചു നിർത്തി. ഞാൻ നേരെ തിരിച്ചാ. കുറുപ്പിൻ്റെ ചേട്ടൻ അതായത് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ CMP ആയിരുന്നു. CMPയുടെ സമ്മേളനത്തിൽ വന്ന് അപ്പോൾ കുറുപ്പ് ചേട്ടനെയാണ് പിടിച്ചു നിർത്തിയത്, ചേട്ടൻ കുറുപ്പിനെ അല്ല പിടിച്ചു നിർത്തിയത്. രണ്ടാമത്തെ സംശയമില്ലാത്ത കാര്യം, സൗഹൃദത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പം എൻ്റെ അമ്മ ആശുപത്രി കിടക്കായിരുന്നു CMP ഉണ്ടാവുന്ന ദിവസം, അതായത് ജൂലൈ 27, 1986. അപ്പോൾ കുറുപ്പിൻ്റെ ഭാര്യ വീട് എൻ്റെ വീട്ടിനടുത്താണ്, പോർക്കുളം, കുന്നംകുളം, 5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നാട്ടുകാരുണ്ടാവാതിരിക്കില്ല എന്തായാലും. അപ്പോൾ കുറുപ്പ് അവിടെ വന്നപ്പോൾ എൻ്റെ അമ്മയെ കാണാൻ വന്നു. അപ്പോൾ ഈ CMP രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ, ടൗൺ ഹാളിൽ. അപ്പോൾ അത് വലിയ പരാതിയായിട്ട് സുരേഷ് കുറുപ്പ് CMP രൂപീകരിക്കുന്ന ദിവസം CP ജോണിൻ്റെ വീട്ടിൽ പോയി ഒരു ചാർജ് വന്നു. അപ്പോൾ കുറുപ്പ് പറഞ്ഞു, ജോണിൻ്റെ അമ്മ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ പോകും, അതിന് CMP ആയിട്ട് ബന്ധപ്പെട്ട ബന്ധമൊന്നും. ഇങ്ങനെ ഓരോ നിസ്സാര കാര്യങ്ങളും കണ്ടസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച കുട്ടികൾ അല്ല, എല്ലാവരെയും കല്യാണം ഇല്ല. കുമാരൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. കുമാരൻ ആൾ ചെറുപ്പമാണെങ്കിലും ഏതാ 86 നവംബറിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കണത്. പക്ഷേ ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ ഇതിനീ പറഞ്ഞ പോലെ ഈ ശബരിയുടെ അച്ഛൻ ഇതിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലും ഈ രാഷ്ട്രീയത്തിൽ സൗഹൃദമില്ല, സൗഹൃദത്തിൽ രാഷ്ട്രീയമില്ല എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ ഒരു വക്താവായിരുന്നു GK. അപ്പം അങ്ങനെ കുറേ ആളുകൾ, ഇപ്പോൾ വയലാർ രവി ഭയങ്കര ഒരു സ്നേഹിതനായിരുന്നു. ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ ജൂനിയറാണ്, എല്ലാവരുടെയും സുഹൃത്തായിരുന്നു. അപ്പം അതങ്ങനെ ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് ചർച്ച ചെയ്യുന്ന തിരക്കേടില്ല. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലുള്ള സൗഹൃദങ്ങൾ കുറയുകയാണോ അത് നിങ്ങളാ ശബരിയെ പറയേണ്ടത്. എനിക്ക് ശബരിയോടല്ല GKയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ശബരിയുടെ ഫോൺ നമ്പറിൽ GK എന്ന് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈയിടെ നല്ല ഗംഭീരമായിട്ടൊരു വർക്ക് ചെയ്തപ്പോൾ ഞാൻ ശബരിയോട് പറഞ്ഞു, ശബരിന്നും കൂടെ അടിക്കാം. അങ്ങനെ GK ശബരി എന്നാണ് ഞാൻ ഇപ്പോഴും ഫോണിൽ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ലാസ്റ്റ് സെക്ഷൻ വരാം. സർ, എനിക്ക് ശ്രീമസ് കുമാർ അറിയേണ്ടത് ആ സമയത്ത് BJPയിലോട്ട് പോകുന്നത് ഈ പറഞ്ഞ CP ജോൺ സാർ പറഞ്ഞതുപോലെ തന്നെ അത് അന്നത്തെ കാലത്ത് 80s late 90s BJP എന്ന് പറഞ്ഞൊരു കേരളത്തിൽ വളരെ നോൺ എക്സിസ്റ്റൻ്റ് വരുന്ന ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ആ ഒരു മാറ്റം പൊളിറ്റിക്കലായിട്ടും ഈ ഫ്രണ്ട്ഷിപ്പായിട്ടും ഒക്കെ ഈവൻ BJPയിൽ പോലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരു സ്വതന്ത്രപാതയിൽ പോകുന്ന ഒരാളാണ് ശ്രീ MS കുമാർ. വാട്ട് എവർ ഐ ഹാവ് ഒബ്സർവ്ഡ്, ഐ മൈറ്റ് ബി റോങ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ശക്തി ഇപ്പോഴും അങ്ങേ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ തിരുവനന്തപുരത്തെ BJP രാഷ്ട്രീയത്തിൽ? അല്ല, ഞാൻ BJP ആയിട്ട് ബന്ധപ്പെടാൻ കാരണം അടിയന്തരാവസ്ഥ കാലത്തുള്ള BJPയുടെ പ്രവർത്തനങ്ങളാണ്. അന്ന് BJP ഇല്ല, ജനസംഘവും BJP എന്നുള്ളതല്ല, അന്ന് RSSൻ്റെ പ്രവർത്തനം അന്നത്തെ ഇടതുപക്ഷ കക്ഷികളെക്കാൾ ശക്തമായിരുന്നു. അന്ന് ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ ശരിക്കും വലിയൊരു വിഭാഗം ജനങ്ങളെ അറിയിച്ചത് അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന കുരുക്ഷേത്ര എന്ന് പറഞ്ഞൊരു ലഘുലേഖയാണ്. ഇന്ത്യയിൽ എവിടെ എന്ത് നടന്നാലും പിൽക്കാലത്ത് നമ്മളതൊക്കെ പത്രങ്ങളിൽ പിന്നെ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്ത് തന്നെ അത് എത്തിക്കാനുള്ള പ്രവർത്തനം, പിന്നെ ഒളിവിലിരുന്നു കൊണ്ടുള്ളവർ നടത്തിയ പ്രവർത്തനം, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര പേരെ യോജിക്കുമെന്ന് എനിക്കറിയില്ല. ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തിയായി പോരാടിയ നക്സലൈറ്റുകളും RSSുമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം, ഒരു ആദരവ് എനിക്ക് ആ മൂവ്മെൻറ്റിനോട് തോന്നി. അത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമൊക്കെ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ ഭരണത്തിലിരിക്കുകയായിരുന്നു. അതാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞ ഉടനെ 78 തന്നെ ഞാൻ ആ മൂവ്മെൻറ്റ് വിടുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട. പിന്നെ സൗഹൃദത്തിൻ്റെ ഇതിൽ നിരവധി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല അത് സത്യമാണെന്ന്. ലെനിൻ രാജേന്ദ്രൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ചുവപ്പ് കാലത്തിൻ്റെ ഓർമ്മയ്ക്കെന്നൊരു പുസ്തകമുണ്ട്. NBS ആണ് പ്രസിദ്ധീകരിച്ചെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ലെനിൻ രാജേന്ദ്രൻ ഇങ്ങനെ ഞാനുമായി ഉള്ള സൗഹൃദം, അദ്ദേഹത്തെ അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിളിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിങ്ങനെ അവിടെ പോകുന്നു, താമസിക്കുന്നു, അത് ചിലപ്പോൾ അപകടത്തിന് വച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലെനിൻ പറയുന്നു. അത് ഞാൻ കാര്യമാക്കാറില്ല എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ചുവന്ന കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നൊരു പുസ്തകത്തിൽ. ഇദ്ദേഹമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലും പാർട്ടിക്കകത്ത് ചിലയിടങ്ങളിൽ, എല്ലായിടത്തും ഉണ്ടെന്നറിയില്ല, എനിക്ക് നേരിട്ടറിയില്ല, ചർച്ചകളായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും അത്ര ഒരു ഗൗരവത്തിൽ അവരാരും കണ്ടില്ല. പിന്നെ പല CPM നേതാക്കളും എന്നെ അറിയുന്നവരും ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടവിടെ ചോദിക്കുന്ന കുറിപ്പിനെ കാണാറില്ലേ എന്ന് വെച്ചാൽ അവർ അംഗീകരിക്കപ്പെട്ട ഒരു വേണ്ടത്തെ ഒരു അമ്മ പറയായിരുന്നു, താമസിക്കുന്ന
കുമാറിന്റെ വീട്ടിലാണെന്ന് ഇങ്ങനെ പണ്ട് ഇപ്പം ഗസ്റ്റ് ഹൗസും MLA ക്വാർട്ടേഴ്സും ഒക്കെ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയല്ലേ. ഒരു സൗഹൃദ കൂട്ടായ്മ എന്നും ഉണ്ടത്. അന്ന് ഇങ്ങനെ ഉണ്ട് സംഭവം, പലയിടത്ത് ചർച്ചകളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എന്നോട് ആരും കൂടെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറയാൻ വഴിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. കാരണം ഒരിക്കലത് ഞാനും ഇദ്ദേഹം കൂടി ഒരിടത്ത് പോയിട്ട് വന്ന് ഇറങ്ങുന്ന ദിവസം ഒരു സ്ഥലത്ത് ഹർത്താലാണ്. അവിടെ ഒരു കൊലപാതകം നടന്നതിൻ്റെ പേരിലുള്ള ഹർത്താലാണ്. അപ്പോൾ ഞങ്ങളെ രണ്ടാളെ അറിയുന്നുള്ള ആ സ്റ്റേഷനിലെ ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നിൽക്കരുത്, വേഗം പോയിക്കൊള്ളാം. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രെയിനിൽ തന്നെ പോയി. പിന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോൺ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ്റെയൊക്കെ ഒരു പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും പഴയതുപോലെ സൗഹൃദ കൂട്ടായ്മ പോലെ സലാം ലോഡ്ജും ഒക്കെയുള്ള കഥകൾ അറിയാവുന്നതുകൊണ്ടും അപ്പം ആ ഒരു ലൈനിലാണ് എനിക്ക് പോകുന്നത്. അടുത്തതിന് എനിക്ക് തോന്നി, അടുത്ത കാലത്ത് ശ്രീ സി ഭാസ്കരൻ്റെ പത്നി തുളസി ആൻറ്റി മരിച്ചപ്പം ഞാൻ സ്ഥിരം പോകുന്നൊരു വീടാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലപ്പോഴും പ്രത്യേകിച്ച് പല കാര്യങ്ങൾ കൂടെ പോകുന്നതാണ്. ആ മകനില്ലെങ്കിലും ആൻറ്റിയെ കണ്ടിട്ട് പോകുന്നതാണ്. അമ്മയും തമ്മിൽ അത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഞാനത് ആലോചിച്ചു, തിരികെ അത് ആ മരണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം തന്നെ ശ്രീ CP ജോൺ ചോദിച്ചത്. ഇപ്പോൾ എൻ്റെ തലമുറയുടെ രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ ഈ സ്വതന്ത്രരാണെന്ന് പറയുമ്പോഴും ഒരു ഭയമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഭയമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ബഹുമാനോട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ജി ഒരു ഫോട്ടോ ഇട്ടു. ഒരു വന്ദേ ഭാരത് വാഹനത്തിനകത്ത് തിരികെ പോകുമ്പം രമേശ് ജി ഉണ്ട്, തങ്ങളുണ്ട്, റഹീം MP ഉണ്ട്, വേറെ 1-2 MPമാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പക്ഷേ ആ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഇഷ്യൂ കേരളത്തിലുണ്ടായി. വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ് അവിടെ തുടങ്ങി. അപ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പം എൻ്റെയൊക്കെ തലമുറയുടെ ഒരു പ്രശ്നം പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, എനിക്ക് സ്വതന്ത്രമായ ശക്തമായ തീരുമാനങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ പല ആളുകളും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ കാണിക്കാൻ മടിക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു മാർക്കറ്റിൽ വില ഇടിയുമോ എന്നുള്ള ഒരു ചെറിയ ഭയം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീ സുരേഷ് കുറുപ്പ് ഇപ്പോൾ അങ്ങയുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേക ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന ഒരു സമയത്താണ്. അപ്പം ഞാൻ ചേർത്ത് വായിക്കുകയാണ്. അപ്പം ആ സമയത്ത് എന്തെങ്കിലും ഉപദേശങ്ങൾ ശ്രീ CP ജോൺ നൽകിയോ, അതോ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ടോ, ലിങ്ക് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ ഇല്ല. ഇപ്പം നടന്ന ആ ചർച്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്ത തീരുമാനങ്ങളാണ്. അതിനകത്ത് കുമാറിനോടോ ജോണിനോടോ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പിന്നീട് ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സത്യം. കൂടെ പോരുന്നോ ചോദിച്ചു CP? ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ജോൺ ചോദിച്ചിട്ടില്ല. ഈ രസകരമായ ചില കാര്യം ഞാൻ നിങ്ങളോട് പറയും. ഈ രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം എന്ന് പറയുമ്പോൾ ഈ ജോണിൻ്റെ ഭാര്യ വീട്ടുകാർ, അതായത് ജോണിൻ്റെ ഭാര്യ അരുണയുടെ അച്ഛൻ, അദ്ദേഹം ഡ്രഗ്സ് കൺട്രോളറായിരുന്നു. അദ്ദേഹം വലിയ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിട്ട് പേരെടുത്ത ആളാണ്. CPMൻ്റെ വലിയ സഹയാത്രികനായിരുന്നു. അരുണയുടെ അമ്മ മരിക്കുന്നത് വരെ പാർട്ടി മെമ്പറായിരുന്നു, CPMൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. അപ്പോൾ ഈ ജോൺ CMB പോയി കഴിഞ്ഞാൽ ആ വീട്ടിലാണ് താമസം. അവരതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം ഇതൊന്നുമല്ല. അവർ ജോണിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ ഒരിക്കൽപ്പോലും തള്ളിപ്പറയുകയോ അതിൻ്റെ പേരിൽ അസഹിഷ്ണുത കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അവർക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും ജോണിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജോൺ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണെന്ന് ആലോചിക്കണം. അന്ന് ജോൺ പ്രത്യേകമായി താമസിക്കുന്നില്ല, ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഒരു തരത്തിലും അവർ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രസകരമായ വേറൊരു കാര്യം പറയാം. ശ്രീ വയലാർ രവി, ഞാൻ രവിചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മളോടെല്ലാം വലിയ സ്നേഹമാണ്. അപ്പം ഞാൻ മത്സരിക്കുന്ന ഒരു ഇലക്ഷനിൽ അദ്ദേഹം കോട്ടയത്ത് പ്രസംഗിച്ചു. ഇയാൾ ഈ കുറുപ്പ്, അയാൾ തിരുവനന്തപുരത്ത് പോയാൽ താമസിക്കുന്ന എവിടെയാണെന്ന് അറിയത്തില്ല, ആ BJPയുടെ MS കുമാറിൻ്റെ വീട്ടിൽ, അത് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് രസമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുമാറിനെയും എന്നെയും ഒരുമിച്ച് കാണുന്ന അപരിചിതരായ ഒരുപാട് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സൗഹൃദം എന്നൊക്കെ പറഞ്ഞു. ജോണുമായിട്ട് പിന്നെ ആ കാര്യമൊന്നുമില്ല. ജോണുമായിട്ട് നേരത്തെ മുതലുള്ള ഒരു സ്നേഹം തുടരുന്നു എന്ന് ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ശ്രീ CP ജോൺ, അങ്ങനെ തന്നെ ചോദിച്ച ചോദ്യം. ഇപ്പോഴത്തെ തലമുറയിൽ എന്ന് വെച്ചാൽ ധാരാളം ഇടങ്ങളുണ്ട് സൗഹൃദത്തിന് വേണ്ടി. നമ്മൾ
നമ്മുടെയൊക്കെ വീടുകൾ കിടക്കും രാത്രി 1 മണി 2 മണി വരെയാണെങ്കിലും ചായത്തട്ടുകൾ ചായക്കൂട്ടങ്ങൾ തിരുവനന്തപുരത്ത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ സൗഹൃദത്തിൻ്റെ ഒരു പ്രധാന ഒരു ബേസ് എന്ന് പറയുന്നത് ഈ നഗരമാണല്ലോ, തിരുവനന്തപുരമാണല്ലോ. അപ്പം അന്നത്തെ ഈ സ്പോട്ടുകൾ ഏതൊക്കെയായിരുന്നു, ഇടങ്ങൾ? ഇന്നിപ്പോൾ എല്ലായിടത്തും ഇടങ്ങളാണ്, ഇടങ്ങളുടെ അന്ന് ഞങ്ങൾ പ്രളയമാണ്. എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ അങ്ങോട്ട് താഴത്തേക്കുള്ള റോഡ് ഇപ്പോൾ വേറൊരു തരത്തിലായില്ല. അതെ, മണിയൻ്റെ തട്ടുകടയാണ് അവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ പാനീയം ഹോർലിക്സ്. അത് കാശ് നല്ലോണം ഉണ്ടെങ്കിൽ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യക്കാണ്. പക്ഷെ അന്ന് 10 പൈസയേ ഉള്ളൂ ദോശയ്ക്ക്. എൻ്റെ ഓർമ്മ ശരിയല്ലേ കുമാർ? അപ്പം ഈ മണിയൻ ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കും. വിവിധ കക്ഷിയിൽപ്പെട്ട ആൾക്കാർ അത് കഴിച്ചുകൊണ്ടിരിക്കും. അത് CPM-ൻ്റെ ഒക്കെ ടോപ്പ് ലീഡർമാർ. അപ്പോൾ മണിയന് ദോശ ഇടുന്നു, ഓംലെറ്റ്, ദോശ, ഹോർലിക്സ്. ഇത് 3ഉം കൂടെ കഴിക്കാനുള്ള കാശ് പലപ്പോഴും ഉണ്ടാവില്ല. എന്നാലും ദോശയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതൊരു സ്പോട്ടാണ്. പിന്നെ ഒന്ന് ട്രിവാൻഡ്രം ഹോട്ടൽ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി MLA ക്വാർട്ടേഴ്സ്. ഇന്നത്തെ മാതിരി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ MLA ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഞാനും കുറുപ്പൊക്കെ ആദ്യം താമസിച്ചിരുന്നത് വിശ്വൻ ചേട്ടൻ്റെ, അതായത് വൈക്കം വിശ്വൻ്റെ മുറിയിൽ. ആ മുറി പിന്നെ AK പത്മനാഭ മാഷ്, ഇന്നലെയും കൂടെ മാഷ് നമ്മളെ വിളിച്ചു ഒരു കല്യാണത്തിന്, ശിവൻകുട്ടിയുടെ കല്യാണത്തിന് ജോണെ കാണണ്ടേ. അപ്പോൾ പത്മനാഭ മാഷിൻ്റെ മുറിയിൽ പത്മനാഭ മാഷ് ആണ് അവിടുത്തെ MLA എന്നുള്ള ധാരണയൊന്നുമില്ല. ഞാനോ കുറുപ്പോ ശിവൻകുട്ടിയോ ആയിരിക്കും അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ MLA ക്വാർട്ടേഴ്സ് നിന്ന് വളരെ ഫ്രീ ആയിരുന്നു. GK ആയിട്ടൊക്കെ പരിചയപ്പെടുന്ന. അപ്പോൾ അവന് പിന്നെ EMS ആ സമയത്ത് അവിടെ താമസിക്കാറില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ലീഡേഴ്സ് BKB ഒക്കെ അവിടെ തന്നെ താമസിക്കും. അതായിരുന്നു പ്രധാനപ്പെട്ട ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ടോ? അങ്ങനെ ഇല്ല. അല്ല, അങ്ങനെ ഇപ്പം അവിടെ നമ്മുടെ അവിടെയുള്ള കോഫി ഹൗസിലും കോഫി ഷോപ്പിലും പറ്റത്തുള്ളൂ. അത് റെസ്ട്രിക്ഷൻ ഉണ്ട്. വന്ന ആരാ നോക്കിയിട്ട് വിടത്തുള്ളൂ. അത് വക്കത്തിന്റെ സമയത്ത് കൊണ്ടുവന്ന മറ്റു അതിന് കൂടി ഓരോ ഫ്ലാറ്റുകളായല്ലോ. പണ്ടൊക്കെ മുറികളല്ലേ. അപ്പോൾ വരാന്തകളില്ലാതായല്ലോ, എല്ലാം മുറികളാണ്. അപ്പോൾ വരാന്തകളില്ലാത്ത മുറികളാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട സ്പോട്ടായിരുന്നു. പിന്നെ സിനിമ, ഞങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിച്ച ഒരു ഘടകം സിനിമയാണ്. സിനിമ, കവിത കേൾക്കാൻ ഞങ്ങൾ ആരും കവിത എഴുതുന്നവരല്ല. പക്ഷേ കുമാർ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കേരളത്തിലെ എല്ലാ പാട്ടും ആരെഴുതി, ആര് പാടി, ഏത് സിനിമയിലാണ്, ആരാണ് സംഗീത സംവിധായകൻ എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ ചോദിച്ചാൽ ക്യൂസ് ചെയ്താൽ അറിയും. എനിക്കതറിയില്ല. എനിക്ക് ഏറെക്കുറെ ആ സിനിമ കണ്ടിട്ടുമുണ്ട്. അതിൻ്റെ സീനും വേണമെങ്കിൽ പറയും. അപ്പോൾ അതൊരു എൻസൈക്ലോപീഡിയാണ്, പഴയ സിനിമകൾ. അപ്പോൾ സിനിമ, പിന്നെ ഈ കുറുപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്ന് നമ്മളിപ്പോൾ ഫെസ്റ്റിവലാണ്, ലിറ്റററി ഫെസ്റ്റിവൽ പണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയിട്ടുണ്ട്. KSU ആണ് നടത്തിയിട്ടുള്ളത്. പീച്ചി ഡാമിൽ നടന്ന ഫെസ്റ്റിവലാണ്. എൻ്റെ അഭിപ്രായത്തിൽ താങ്കളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ടോ? സാറുണ്ട്? ഇല്ല. അത് അറിയാലോ അതിനെക്കുറിച്ച്. പീച്ചി സാഹിത്യ ക്യാമ്പ്, N വേണുഗോപാൽ സെറ്റുകളെല്ലാം, അതായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റീവ് ലിറ്റററി ക്യാമ്പ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ലിറ്റററി ക്യാമ്പുകളെക്കാൾ പ്രൊഡക്റ്റീവായിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ വരുന്ന 77-അല്ലേ? 77-അല്ലേ? 79-ആയി. അങ്ങനെ 77 യൂണിവേഴ്സിറ്റി യൂണിയൻ വന്നില്ല. 78-ല. എനിക്ക് അങ്ങനെ കൊല്ലം തെറ്റില്ല. 78-ൽ നടന്ന ഈ ഫിലിം ഫെസ്റ്റിവല്, അതിന് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ആദ്യമായിട്ട് അടിക്കുന്നത് ഫിലിം ഫെസ്റ്റിവലിലാണ്. അപ്പം അന്ന് ഈ ഫിലിം കാണുക എന്നുള്ളത്, പൈസ കൊടുക്കാതെ സിനിമ കാണുക എന്നുള്ളത് ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഭയങ്കര തമാശകളുണ്ട് അതിലൊക്കെ. അപ്പം അന്ന് KSU SFI 2 രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ. അപ്പോൾ ഞങ്ങളത് ഇതിൻ്റെ അനുകരിച്ചുകൊണ്ട് കോഴിക്കോടും ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ SFI നടത്തുന്നതായതുകൊണ്ട് KSUവിനത് ഡിസ്റ്റർബ് ചെയ്തേ പറ്റൂ. തിരിച്ചും അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ പുഷ്പ തിയേറ്ററിൽ, ഇപ്പോൾ പുഷ്പ തിയേറ്റർ ഇല്ല കോഴിക്കോട്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം പുഷ്പ തിയേറ്ററിൽ ഉത്തരായണം അങ്ങനത്തെ പടങ്ങളൊക്കെ കളിച്ചു. അപ്പോൾ അവർ അന്ന് KT ജോസഫ് കൂടെ തീരുമാനിച്ചു, KSUവിൻ്റെ നേതാവ്. അവിടുന്ന് കുറേ ആൾക്കാർ, കടപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ, KTക്ക് കുറേ ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ CP ജോൺ വന്നിട്ട് പറയുമ്പോൾ ഇറങ്ങി കൊടുക്കരുത് എന്ന് പറഞ്ഞു.
അപ്പം എനിക്ക് ആളുകളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ശക്തമായ മേഖലയാണ് അത്. ശക്തമായ മേഖലയാണ്. ഞാൻ ശരി ഇറങ്ങണ്ട, അപ്പം എങ്ങനെ ഇനിയിപ്പോൾ ഒരു ഇറക്കും, അടുത്ത പടം എങ്ങനെ കളിക്കും, വലിയൊരു ചാലഞ്ചല്ലേ. ഞാൻ ഒരു കുഴപ്പമില്ല, അതൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങിക്കോളും, ഉത്തരായണം ഒന്നും കൂടി ഇടാന്ന് പറഞ്ഞു. ഇത് ഒരു 5 മിനിറ്റ് എടുത്തില്ല. ഡെലിഗേറ്റ്സ് എല്ലാം ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റിക്രൂട്ടഡ് ഡെലിഗേറ്റ്സ് എല്ലാം കൂടെ KT ജോസഫിനെ വിളിച്ച് ഞങ്ങളോട് ചതിവാണല്ലോ കാണിക്കുന്നത്, സിനിമ കാണിക്കാന്നോ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലിയർ. അപ്പം അടുത്ത ശരിക്കുള്ള സിനിമ കളിച്ച് പിന്നെ ഇത് ഈ പെട്ടി ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ നമ്മളപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അത്ഭുതം. ഇപ്പോൾ സിനിമ ഫെസ്റ്റിവല് ഇത്തവണ ഞാൻ 14-15 സിനിമ കണ്ടു. അപ്പോൾ 2024 സിനിമയെ കാണുള്ളൂ, അല്ലാതെ 23 കാണില്ല. കാരണം ഭയങ്കര കറൻറ്റായിട്ട് നമ്മൾ പണ്ട് തുടങ്ങുമ്പോൾ എന്താ കണ്ടുകൊണ്ടിരുന്നത് ഇവരൊക്കെ പൂനെ പോയിട്ട് കൊണ്ടുവരികയാണ്. ഏത് ബൈസിക്കിൾ തീവ്സ്, പിന്നെ ഇൻസിഡൻറ്റ് അറ്റ് ഡൗൾ ക്രീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പഴയ സിനിമകളുണ്ടല്ലോ, അക്കാഡമിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ സൗഹൃദം. തിയേറ്ററുകൾ, സിനിമാ തിയേറ്റർ. അതോടൊപ്പം നിങ്ങളുടെ കുടുംബങ്ങൾ, ഇപ്പം എനിക്ക് പേഴ്സണലായിട്ടൊരു ബന്ധം കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പം പെൺകുട്ടികൾ, ഇപ്പം നയനയാണെങ്കിലും രണ്ട് പെൺകുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. ആ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. വിദേശത്തും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. കുട്ടികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ അപ്പം? അതായത് എൻ്റെ 2 ആൺമക്കളും ജോണിൻ്റെ 2 പെൺകുട്ടികളും തമ്മിൽ എത്രയോ കാലമായിട്ടുള്ള വലിയ സൗഹൃദമാണ്. അവർ തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോണിൻ്റെ മകനും എൻ്റെ 2ാമത്തെ മകനുമായിട്ട് വലിയ സൗഹൃദമാണ്. 2 കുട്ടികളുമായിട്ടും സൗഹൃദമാണ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ ദൃഢമായ സൗഹൃദം 2ാമത്തെ മകനും ജോണിൻ്റെ മകനുമായിട്ടാണ്, അല്ല കുമാറിൻ്റെ മകനുമായിട്ട് ഉണ്ട്. അപ്പം ഈ സൗഹൃദം ഇങ്ങനെ ഒരു തടസ്സമില്ലാതെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ കുമാറിന് ഇപ്പോഴാണ് കുമാർ ഗ്രാൻഡ് ഫാദർ ആയത്. വലുതായി വരുന്നേ ഉള്ളൂ. എത്ര മാസമായി? ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. ചെറുപ്പമാണ്. കുമാർ ചെറുപ്പമായതുകൊണ്ട് പറ്റിയതാ. അപ്പം അതിൽ എൻ്റെ കൊച്ചുമകളെ കുറുപ്പൻ്റെ കൊച്ചുമകൾക്ക് മീനാക്ഷിക്കും അറിയാം. നിതാരി മീനാക്ഷി എന്ന് പറഞ്ഞാൽ 2 കൂട്ടർക്കും അറിയാം. അത്രയാ ക്ലോസ് ആണ്. ഇപ്പം എല്ലാം ഈ വാട്സപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു സമയം കണ്ടെത്തണ്ടേ. അവർക്ക് ക്രിസ്മസ് കാർഡ് അയക്കുക, അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡ് അയക്കുക. അപ്പം അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഞങ്ങൾ മാത്രമൊന്നുമല്ല. ഇപ്പം എനിക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ പുതിയ തലമുറയിൽ ഇതിനേക്കാളും ഗാഠമായ ബന്ധമുള്ളവരുണ്ടാവില്ലേ പിന്നെ ശബരി? ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പല തലങ്ങളിലാണല്ലോ. ഈ പറഞ്ഞ എഴുത്ത്, വായന, അത്തരത്തിലുള്ള ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തുള്ള ഫ്രണ്ട്ഷിപ്പ് വിത്തിൻ പാർട്ടി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഔട്ട്സൈഡ് ഒരു പാർട്ടി ഡൊമൈനാണല്ലോ. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള, എനിക്ക് തന്നെ പല ബന്ധമുള്ള DYFI ആളുകളായാലും AVP ആണെങ്കിലും CPM ആണെങ്കിലും CPM ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതൊക്കെ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾക്ക് വരുന്നത്, സിനിമ കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ചാനൽ ചർച്ചയ്ക്ക് പോലും വലിയ സൗഹൃദമുണ്ട്. അത് ഈ ചാനൽ ചർച്ചയ്ക്ക് പോയിട്ട് ചർച്ചയ്ക്ക് വഴക്കുണ്ടാക്കിയതിനു ശേഷം ബോണിക്ക് നേരെ ഫോൺ വിളിച്ചിട്ട് അത് പറഞ്ഞ് ശരിയായി, ഈ പോയിന്റ് തെറ്റാണെന്ന് അതിൽ പിന്നെ വിളവെടുപ്പ് നടക്കുന്ന ഒരു ബന്ധം നമ്മുടെ തമ്മിലുണ്ട്. പിന്നെ ഇത്ര ടഫാണ്. ഇറ്റ്സ് ഈസി ടു കീപ് റിലേഷൻഷിപ്പ്. അതിൻ്റെ ഡെപ്ത് കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ഈസി ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് മോർ നമ്പർ ഓഫ് പീപ്പിൾ. വളരെ സെലക്റ്റീവായിട്ടുള്ള ഫാമിലി ബന്ധങ്ങൾ, എനിക്ക് വളരെ സെലക്റ്റീവായിട്ടുള്ള ഫാമിലി ബന്ധങ്ങൾ. അതിപ്പം ഞാനും ദിവ്യയും പിന്നെ അങ്ങനത്തെ ഒരു പോസ്റ്റിലായതുകൊണ്ട് പലപ്പോഴും പഴി കേൾക്കാറുണ്ട്. ഞാൻ പറയായിരുന്നു, ദിവ്യ ഇടുന്ന പല പോസ്റ്റിലും ഒഫീഷ്യൽ പോസ്റ്റിലും ഞാൻ പഴി കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ വന്ദേ ഭാരതിൽ ദിവ്യയും മോനും പോയപ്പോൾ അന്ന് റഹീമും അമൃതയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് പല ആൾക്കാർ എന്നെ വിളിച്ചതിന് ആ വീഡിയോ ഇട്ട് എത്തുന്നത്. അപ്പോൾ അവർ അത് ഈച്ച് മാൻ ഈച്ച് വുമൺ ഇസ് ഓൺ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഐ തിങ്ക് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായി തോന്നുന്നുള്ളത്, ഇറ്റ് ഈസ് മെച്യൂർഡ് വെൽ. നിങ്ങളുടെ ഒരു കറുത്ത താടിയുള്ള CP ജോണും സുരേഷ് കുറുപ്പ് മുതൽ തൂവള്ള താടിയുള്ള സുരേഷ് കുറുപ്പും മിക്സ്ഡ് ഗ്രേ ഹെയർ ഉള്ള CP ജോണും അതേപോലെ ഇരിക്കുന്ന ഷെമോസ് കുമാറിലും ഒക്കെ. കുറുപ്പിന്റെ തിയറി എന്താ അറിയോ? ഗ്രേറ്റ് മെൻ നെവർ ഡൈ. നല്ലതാണ്. ഗ്രേറ്റ് മെൻ നെവർ ഡൈ, അത് കൊള്ളാം. അപ്പം എനിവേസ് നബീൽ, നമുക്കൊരു ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള സമയമുണ്ട്.
അപ്പം ഇവരെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ സമൂഹത്തെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രീ സുരേഷ് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ജീവിത വീക്ഷണം രൂപപ്പെടുത്തി കോട്ടയത്തിനൊരു സ്ഥാനമുണ്ടെന്ന്. കോട്ടയത്തെ ടി ബി റോഡിലുള്ള കോഫി ഹൗസ് ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പം, അതായത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് ആ ജില്ലയിലെ വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ കേന്ദ്രമായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയായ, അന്ന് മൊബൈലൊന്നും ഉള്ള കാലമല്ല, 5 മണിയായ അവിടെ പോയിരുന്ന് കോഫി ഹൗസ് അടയ്ക്കുമ്പോൾ 9 മണിക്കേ പോരുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യത്തിന് ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് വല്ലതും ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അന്നൊന്നും ഫോണില്ല, മൊബൈൽ ഫോണില്ല, ലാൻഡ് ലൈൻ തന്നെ ഇല്ല. എൻ്റെ വീട്ടിലൊന്നും ലാൻഡ് ലൈൻ ഇല്ല. അപ്പം എവിടുന്നെങ്കിലും കോഫി ഹൗസിലോട്ടാണ് വിളിക്കുന്നത്, ഞാനുണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പം പിൽക്കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ഇപ്പോൾ ആൻ്റണി, ജോസഫ് പുതുശ്ശേരി, വാഴക്കൻ, ഡിജോ കാപ്പൻ എന്നിങ്ങനെ അസംഖ്യം പേര്, അകാലത്ത് മരിച്ചുപോയ CK ജീവൻ എന്ന് KSUവിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഒത്തുകൂടുന്ന സ്ഥലം അവിടെയാണ്. എൻ്റെ ഒരു സ്ഥലം അവിടെയായിരുന്നു. അപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി വൈക്കമിഷനാണ്. വൈക്കമിഷൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തർ പറയും, ആ കുറുപ്പ് അവിടെ പോയി KSUക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു. അത് അപ്പം പുള്ളി പറയും, അവൻ അവിടെ എങ്ങനെ ഇരുന്ന് പോട്ടെ, നിങ്ങൾക്ക് വേറെ പണിയില്ല. അപ്പം ഞങ്ങളുടെ എല്ലാം പൊതുവായ സുഹൃത്തുണ്ട് റഷീദ്, കോയ എന്ന് വിളിക്കുന്നു. കോയയുടെ ലോഡ്ജ് വീടെല്ലാം ഈ കോഫി ഹൗസിൻ്റെ പുറയിലാണ്. ഞാൻ SFI പ്രസിഡന്റ് ആയിരുന്നപ്പം ഈ തിരഞ്ഞെടുക്കപ്പെട്ടപ്പം മനോരമയിൽ പടം വന്നു, സുരേഷ് കുറുപ്പ് SFI പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കോയയുടെ ബാപ്പ ഇത് കോയയുടെ ഉറങ്ങുക, രാവിലെ പത്രം വാങ്ങിച്ചിട്ട് കോയ ഉണർത്തിട്ട് പറഞ്ഞു, എടാ നിന്റെ കൂട്ടുകാരനാ KSUക്കാരൻ SFIയുടെ പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലായോ? അപ്പം ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സൗഹൃദം ഒരു കോട്ടയം പട്ടണത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ്. അതൊരു കോട്ടയത്തുള്ള ഞങ്ങളെല്ലാം അറിയാവുന്ന ആളുകൾക്കറിയാം. നിങ്ങൾക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതിൽ ഞാൻ ഒന്ന് കോട്ടയത്തിനെ ഒന്ന് ഈ പറഞ്ഞ പോലെ, അപ്പം ഞാൻ SFIയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇപ്പോൾ സുരേഷ് നമ്പൂതിരി, പിന്നെ സിനിമയിലൊക്കെ വന്ന സുരേഷ് നമ്പൂതിരിയോ അല്ലെങ്കിൽ അസീമിനെയോ ഒക്കെ കിട്ടണമെങ്കിൽ ഈ കോഫി ഹൗസിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കോഫി ഹൗസിൽ വിളിച്ച അവസാനം ഈ കോഫി ഹൗസ് ഒരു ലെഫ്റ്റ് ഇതൊക്കെയാണ്, അതൊന്നും അവർക്ക് ഇതിലൊന്നും ബാധകമല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ള മെസ്സേജ്, ഇത്രാം തീയതി ഇന്ന പരിപാടിയുണ്ട്, പിന്നെ പന്തംകുളത്തി പ്രകടനം നടത്തണം, ഇതൊക്കെ അവിടെ എഴുതി വെച്ചാൽ പറഞ്ഞോളണം. അപ്പോൾ പിന്നെ ചില ഞാൻ കോഫി ഹൗസിൽ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, എന്താ അറിയാത്തത് എന്ന് പറഞ്ഞാൽ ഈ കോഫി ഹൗസ് ഒരു മെയിൻ സ്ഥലമാണ്. പിന്നെ അതുപോലെ ഞാൻ ഒരു സൗഹൃദം, ഞങ്ങൾ രണ്ടുപേരും ഒരു വിഷ്ണുചേട്ടൻ്റെ മുറിയിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കാലത്ത് ഒരാൾ സ്പീഡിൽ വന്നിട്ട്, വിശ്വ നീ റെഡി ആയില്ലേ, വാ ഇറങ്ങ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഭയങ്കര പരിചയമുള്ള ആളാണുള്ളത്, പെലിപ്പം പ്രസാദായിരുന്നു. അപ്പം അവർ തമ്മിലൊന്നും ഈ പറഞ്ഞ പോലെ അകൽച്ചകളൊന്നും ഇല്ല. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള അകൽച്ച പലരും തമ്മിലില്ല എന്നുള്ളതും കൂടെ ഉണ്ട്. ഞങ്ങളത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുണ്ട് എന്നാണെങ്കിൽ പോലും ഇപ്പോൾ ഞാനത് ഇപ്പോൾ അത് പറയുന്നുണ്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ EMSൻ്റെ ഭാര്യ അന്തർജനം, അവർ EMS ഉള്ളപ്പോഴേ ഇല്ലെങ്കിൽ മരിച്ചതിന് ശേഷമായാലും ഇപ്പോൾ MVRനെയൊക്കെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കാനല്ല, വിളിക്കുമ്പോൾ ഉടനെ MVR അവിടെ ഒരു വീട്ടിൽ പോയി, അപ്പോൾ എന്നെയും കൂടെ വിളിക്കും. പിന്നെ അന്തർജനം വിളിക്കുന്നു, പോവാന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരോട് പറഞ്ഞത് അത് ചെയ്യണം, എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, EMSൻ്റെ വൈഫ്. അപ്പോൾ അവർ ഒരു ദിവസം പിന്നെ EMS മരിച്ചതിന് ശേഷം മോഹിത്സൻ അവർ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. മോഹിത്സനെ എല്ലാവർക്കും ഡാങ്കയുടെ കൂടെ ഉണ്ടായിരുന്ന മോഹിത്സൻ. അപ്പോൾ മോഹിത്സൻ പോകാമെന്ന് പറഞ്ഞു, ശരി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ വളരെ സൗഹൃദക്കളമാരിയാണ്. അപ്പോൾ മോഹിത്സൻ്റെ കല്യാണത്തിന് ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഒരു കമ്മ്യൂണിൽ കഴിഞ്ഞവരാണ്, പല പാർട്ടിയിലായി. അപ്പോൾ ഡാങ്കയുടെ കൂടെ അതൊന്നും ഒരു പ്രശ്നമല്ല, KPR അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ, അത് നമ്മുടെ അടുത്ത് പറയേണ്ടതൊരു കാര്യമാണ്. ഈ പാർട്ടികളൊക്കെ ഇങ്ങനെ പിളരും. ഈ അമ്മ എന്ന് പറഞ്ഞൊരു നോവലും കൂടെ ഉണ്ടല്ലോ, അത്
മദർ. അപ്പോൾ അവർക്ക് ഇതൊന്നും അങ്ങനെ മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെ ഈ പാർട്ടികളൊക്കെ വളർന്നു, ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ല. അവരെപ്പോഴും എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. അല്ലാതെ വേറെ അച്ഛനും മറ്റുള്ളവരും പിണങ്ങിയാൽ പോലും ഞങ്ങളുടെ എല്ലാം അമ്മമാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ അമ്മമാർക്ക് ആർക്കും അതൊന്നും അവരത്ര വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടില്ല. 2 ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള സമയമുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ. എൻ്റെ പേര് ഹരികൃഷ്ണ വർമ്മ. ഞാൻ ചോദിക്കുന്നത് മിസ്റ്റർ കുമാറിനോടാണ്. കാരണം ശ്രീ സുരേഷ് കുറുപ്പും ശ്രീ CP ജോണും വളരെ ആഴവും പരപ്പുമുള്ള വായനക്കാരാണെന്ന് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം പേരിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു കോമൺ സുഹൃത്തായ മിസ്റ്റർ കുമാറും അങ്ങനെ തന്നെ ആണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പോലെ വായിക്കാറില്ലെങ്കിലും ഞാനും വായിക്കാറുണ്ട്. നന്ദി. അല്ല, കുമാർ കൂടുതൽ സാഹിത്യം വായിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നത് VKൻ്റെ സാഹിത്യം ഉണ്ടല്ലോ, VK ഒരു വിഷയം എടുത്താൽ അതിൻ്റെ അതോറിറ്റി കുമാറായിരുന്നു കേരളത്തിൽ. എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ കോട്ടയത്തുള്ള ആളാണ്. ഞാൻ 84-89 CMS കോളേജിൽ പഠിച്ച ആളാണ്. അപ്പോൾ 84-ൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്ന ടൈമിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. 84-ൽ പാർലമെൻറ്റ് ഇലക്ഷൻ ടൈമിൽ ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പോഴാണ് ശ്രീ സുരേഷ് കുറുപ്പ് അവിടെ മത്സരിക്കാൻ വരുന്നത്. ഒരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. ശ്രീ CP ജോൺ, ഇപ്പം പിന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മറ്റേ ചർച്ചകൾ അനിൽകുമാർ, ഇവരാണ് അവിടെ വന്നിരുന്നത്. അന്ന് വന്നിട്ട് കോളേജിൽ കുറച്ച് നമുക്കൊക്കെ SFIയോട് ചായവുള്ള, SFI പ്രവർത്തകനൊന്നും അല്ലെങ്കിലും ചായവുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റിംഗ് വരുമ്പോഴത്തേക്കും വിളിച്ചു. അന്നാണ് സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന അന്ന് CMS കോളേജിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ SFIക്കാരെല്ലാം സുരേഷ് കുറുപ്പിനാണ് അനുകരിക്കുന്നത്. ഒരു സുരേഷ് കുറുപ്പ് മയമാണ് അവിടെ എല്ലാം തന്നെ. കാരണം കോളേജ് അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അന്ന് പറഞ്ഞു കേട്ടിരിക്കുന്ന CMS കോളേജിൽ യൂണിയൻ ഇലക്ഷന് 2 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ചിരിക്കുന്ന ഒരാൾ സുരേഷ് കുറുപ്പാന്നുള്ളത്, യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഓളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് CP ജോൺ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കാൻ വന്നത്. അന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ചു. CMS കോളേജിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി സുരേഷ് കുറുപ്പ് ജയിച്ചതിന് ശേഷമേ അവർക്ക് വിശ്രമമുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അന്ന് മുതൽ ശ്രീ സുരേഷ് കുറുപ്പ് ഓരോ പ്രാവശ്യം മത്സരിക്കുമ്പോഴാണിതും ഞങ്ങൾക്കൊക്കെ ഉള്ള വികാരമാണിത്. കോട്ടയത്ത് തീർച്ചയായും. അതിനുശേഷം 2 ആൾ ഒരേ സ്റ്റേജിൽ കാണുന്നത് ഇപ്പോഴാണ്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നമസ്കാരം. എല്ലാ സൗഹൃദങ്ങളിലും വലിയ തല്ലുകൾ ഉണ്ടാകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആത്മാർത്ഥമായിട്ട് വഴക്കടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള ഏറ്റവും ഓർമ്മയുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ അത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താൽ കൊള്ളാം. ഓക്കെ, പറഞ്ഞു. ഞാൻ അവസാനത്തേക്ക് വെക്കാൻ വെച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പൂർണ്ണത വരാൻ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണൽ ലെവലിലൊരു പ്രശ്നം ഞങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ രാഷ്ട്രീയത്തിലെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ചില കോമൺ ഫ്രണ്ട്സും കൂടിയിരിക്കുമ്പോൾ ഭയങ്കരമായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയും. പിന്നെ ഞാൻ പിന്നെ കൂടുതൽ പറയും പതിവ് പോലെ. പിന്നെ അവർക്ക് മതിയാവുമ്പോൾ നിർത്തും. പിന്നെ അതല്ലാതെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി അതിനോടൊപ്പം, ഇപ്പം നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. ഇതൊന്ന് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ തലമുറയിലെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ, കൂട്ടുകാരായിട്ട് ചെയ്യാൻ ആഗ്രഹം നമുക്കും പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? കാരണം അന്നും നിബന്ധനകളുണ്ട്, ഇന്നും നിബന്ധനകളുണ്ട്. അല്ല, ഇപ്പം ചില ഫ്രണ്ട്സായിട്ട് ടൂർ പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. അത് നമുക്കത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഗ്രീവൻസ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം പോകുന്നുണ്ടെന്ന് അർത്ഥം. വെരി ഗുഡ്, താങ്ക് യു. ആൻസർ കിട്ടി, മനസ്സിലായി. അല്ല, ഈ നേരത്തെ ചോദിച്ചല്ലോ വഴക്ക്, ഈ ജോണും ഞാനും കൂടെ ഇപ്പം അധികം പോകാറില്ല. ഞാനും ചാനലുകളിൽ പോകാറില്ല. അദ്ദേഹം ബഡ്ജറ്റ് വരുമ്പോൾ മാത്രമേ ചാനലിൽ കാണാറുള്ളൂ. ട്രോൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ചാനലുകളിൽ ഞങ്ങൾ സജീവമായിരുന്നപ്പോൾ ചാനൽ ചർച്ച കാണുന്നവർക്ക് ഞങ്ങൾ വലിയ വഴക്കുണ്ടാക്കുന്നുവെന്നും വലിയ ഇത് കഴിഞ്ഞ് എങ്ങനെ അവർ മുഖത്ത് നോക്കുമെന്നൊക്കെ തോന്നുന്ന വിധത്തിൽ വഴക്കടിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചാനലിലോട്ട് ഇറങ്ങുമ്പോൾ തീരുവ, അല്ലാതെ വഴക്കൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല. ഗ്രൂപ്പിന് അധികം ചാനലുകൾ അദ്ദേഹം വരാറില്ല. ചാനൽ പൊതുവേ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. ഞാനീ പറഞ്ഞ 90s ചാനൽ തുടങ്ങിയ സമയത്ത് സ്ഥിരം കാണുന്ന മുഖങ്ങൾ, ഇന്നത്തെ പോലെ ചാനലുകളുടെ ഒരു ബഹളമില്ല. അന്ന്
CP ജോൺ ഉണ്ട്, അച്ഛനുണ്ട്, ആര്യാടനുണ്ട്, ഷാർജിയങ്ങളുണ്ട്, ഷാനവാസ് സാറുണ്ട്, പിന്നെ അന്ന് ഗോവിന്ദ മാസ്റ്റർ ഉണ്ട്, പിന്നെ ശ്രീ MS കുമാർ ഉണ്ട്. ഒരേ പാനലാണ്. നമ്മൾ ഈ പഴയ ടെസ്റ്റ് മാച്ച് കാണുന്ന പോലെ വളരെ ഒരു GK ഉണ്ട്, MM ഹസനുണ്ട്, ആ പന്ന്യൻ രവീന്ദ്രനുണ്ട്. സ്ഥിരം ഒരു പാനലാണ്. നല്ല അതിൽ ഇതുണ്ടായിരുന്നു. നമസ്കാരം. രാഷ്ട്രീയ അതിർത്തി കടക്കുന്ന സൗഹൃദങ്ങൾ എന്ന വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളം ആദരിക്കുന്ന 4 പ്രതിഭകൾ: ശ്രീ സുരേഷ് കുറുപ്പ്, ശ്രീ ശബരിനാഥ്, MS കുമാർ, അതുപോലെ CP ജോൺ. ഈ വളരെ സന്തോഷം തോന്നുകയാണ് ഈ ചർച്ച. ഇപ്പോൾ പ്രത്യേകിച്ച് ശത്രുരാജ്യങ്ങളിൽ കഴിയുന്നവരെ പോലെ പോരടിക്കുകയും കലാലയ അന്തരീക്ഷം കലുഷിതമാകുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന പ്രസ്ഥാനത്തിലും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെല്ലാം ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച് ഇപ്പോഴും ആ സൗഹൃദം നിങ്ങൾ ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ വീടുകളിൽ താമസിക്കുന്നവരുടെ മനസ്സുകൾ അടുത്തടുത്ത് വീടുണ്ടാവുകയും വീടുകളിൽ താമസിക്കുന്നവരുടെ മനസ്സുകൾ തമ്മിൽ അകലുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പുതിയ തലമുറയോട്, പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോട് എന്താണ് ഈ പാനലിന് പറയാനുള്ളത്? ഒരു ഉപദേശ രീതിയിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം. അതായത് ജോൺ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച പാടില്ല, സൗഹൃദത്തിൽ രാഷ്ട്രീയം കടന്നു വരേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ജീവിതത്തിൽ ഉടനീളം കാണിച്ചിട്ടുള്ള ഒരു കാര്യം. എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ചോദ്യം എന്ന രൂപത്തിലല്ല, 1985-ലോ 86-ലോ ആണ് സൈതാലി രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി CP ജോൺ ഒറ്റപ്പാലം NSS കോളേജിൽ വരികയുണ്ടായി. അന്ന് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് രഘുനാഥൻ എന്നു പേരുള്ള പാലക്കാട് ജില്ലയിലെ SFIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിക്കായിരുന്ന ഞാൻ CP ജോൺ ഗോ ബാക്ക് എന്ന് അതിശക്തമായി ABVP വളരെ 10 പേരേ ഉള്ളൂ, പക്ഷെ അവർ വിളിച്ചു. അന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വെച്ച് ഇദ്ദേഹത്തെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേറെ ഒരു സ്ഥലത്ത് മാവിൻ്റെ തൊട്ട് പോയി യോഗം കൂടാനും അന്ന് അടി കൊണ്ട് അദ്ദേഹം പോയി യോഗ നടത്തി. പക്ഷെ അതിന് ശേഷം പിന്നെ അടി കൊണ്ട് നമ്മൾ ആ കോട്ടറാങ്കലിൽ വീണു. അങ്ങനെ ഒരു അനുഭവം. അന്ന് HMT വിജയൻ്റെ ഒരു വാച്ച് എൻ്റെ അച്ഛൻ മദ്രാസിൽ നിന്ന് കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്നിരുന്നു. അത് പോയി. അപ്പോൾ എനിക്കൊരു വാച്ച് ഇപ്പം നോക്കുമ്പോൾ സഖാവിന് വാച്ച് കാണുന്നില്ല. പറ്റുമെങ്കിൽ തരണമെന്നാണ്. പിന്നെ ഞാൻ വാച്ച് കിട്ടിയില്ല. അത് കാരണം ഇതാണ്, ഈ സംഭവമാണ്. പിന്നെ മറ്റൊരു ദുഃഖം, SFIയുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും അതുപോലെ വിജയവാഡ ആൾ ഇന്ത്യ കോൺഫറൻസിൽ ഈ 2 നേതാക്കളുടെ കൂടെ, കൃഷ്ണദാസ്, ചന്ദ്രബാബു, അവരൊക്കെ കൂടെ ഞാനും പ്രതിനിധിയായിരുന്നു. ഇന്ന് കുറിപ്പിനെ രാവിലെ കണ്ടപ്പോഴാണ് കുറേ കാലങ്ങൾക്ക് ശേഷം അടുത്തിരുന്ന് വർത്താനൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ല. എന്തായാലും എന്നെങ്കിലും നിങ്ങൾ ഒരുമിച്ചൊരു പ്രസ്ഥാനത്തിലുണ്ടാവുന്ന ഒരു കാലം ഇനി പ്രതീക്ഷിക്കാൻ പറ്റുമോ? എല്ലാവരും പ്രസ്ഥാനമെന്ന് വിചാരിച്ചാൽ മതി. ദേശീയ തലത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലാണ്. അതെ, തിങ്സ് ആർ ചേഞ്ചിങ്. അല്ല, അതിൽ ഓരോ ആളുകൾ ഓരോ യൂണിറ്റുകളിൽ 2 യൂണിറ്റ് ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത് കഴിഞ്ഞു, ഇനി വേറെ യൂണിറ്റുകൾ ഉണ്ടാവും. പക്ഷെ അത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എൻ്റെ ഒരു പ്രവർത്തനത്തിലും എൻ്റെ മുൻഗാമികളെ മുഴുവൻ എനിക്കറിയില്ലല്ലോ. ഈ SFI KSU ആയാലൊക്കെ സംഘടിച്ചിരുന്നത് യൂണിറ്റ്, ഞാൻ അതിന് വളരെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ യൂണിറ്റിലും പോവും. ഈ ജില്ലാ കമ്മിറ്റിയും പത്രസമ്മേളനമൊന്നുമല്ല, യൂണിറ്റ്. അതാണല്ലോ അവിടെ വന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ കഠിനമായ സൗഹൃദങ്ങളാണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലൊരു ഉപദേശമൊന്നും ഞാൻ നൽകുന്നില്ലെങ്കിലും ഇതിനൊക്കെ തടസ്സമായിട്ട് കഴിഞ്ഞ 10, 40, 50 കൊല്ലം ഉണ്ടായിരുന്നത് സംഘടനകളാണ് സൗഹൃദങ്ങളുടെ വലിയൊരു പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ ഇപ്പോഴും കണ്ണൂർ പോവുകയാണെങ്കിൽ കണ്ണൂര് നിന്ന് ഞാൻ ട്രെയിൻ കയറി ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത് വരെ നമ്മുടെ കൺസേൺഡ് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവരുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ട്രെയിൻ പോയിട്ടേ അവരവിടുന്ന് പോവുള്ളൂ, കുറച്ച് അങ്ങ് പോയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് സംഘർഷഭരിതമായിരുന്നു ആ കാലം. അപ്പം ഞങ്ങളുടെ സൗഹൃദത്തിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അതിഭയങ്കരമായ സംഘർഷങ്ങളും നേരത്തെ കുമാർ പറഞ്ഞ പോലെ സംഘട്ടനങ്ങളും കൊലപാതകങ്ങൾക്ക് ഇടയിലാണ് ഞങ്ങൾ ആ സൗഹൃദം നിലനിർത്തിയത്. ഇന്നിപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, നന്നായി കുറഞ്ഞു. ഇന്നില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ
എനിക്ക് ക്യാമ്പസുകളോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ രാഷ്ട്രീയ സംഘർഷം കുറഞ്ഞു, പക്ഷെ ക്യാമ്പസ് സംഘർഷം കുറഞ്ഞിട്ടില്ല. അത് ആവശ്യമുണ്ടോ? കൂടിയിരിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് CITU INTUC DMS അത്ര ഒരു ഫാക്ടറല്ല. ഇപ്പോൾ എനിക്ക് ഇന്നാളൊരു കോള് വന്നു, ജോണേ ഞാനും പിന്നെ വൈക്കത്തുള്ള ഇന്ന ആളാണ്, പേര് പറയുന്നുണ്ടൊന്നുമില്ല, എൻ്റെ മോൾക്ക് ഒരു MSc ഫിസിക്സിന് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നു. അത് അവിടുത്തെ CITUവിൻ്റെ തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. അപ്പോൾ CITU SFIയുടെ എന്താ ബന്ധം? CITU ആണ് SFIയുടെ ബാക്ക് ബോൺ. INTUCയും നമ്മുടെ കടപ്പുറത്തുള്ള ആളിലൊക്കെയാണ് KSUവിൻ്റെ ബാക്ക് ബോൺ. ഇന്ന് അവർ തമ്മിൽ ഒരു തർക്കമില്ല. ഇന്നിപ്പോൾ CITUവും INTUCയും BMSും AITUCയും ഒരു പന്തലിൽ ഇരുന്ന് വൈഫൈ ഉപയോഗിച്ച് റീല് കാണുന്നുണ്ട്, അവരുടെ പണി അവർ ചെയ്യുന്നുണ്ട്. സംയുക്ത തൊഴിലാളി ഇപ്പൊ തിരുവനന്തപുരത്ത് ജഗതി ചെന്നാൽ കാണാമല്ലോ. ഇതെന്താ യൂണിവേഴ്സിറ്റി കോളേജ് പറ്റാത്ത? എന്നാൽ ഈ സംഘർഷം മുഴുവനുള്ള കാലത്തും സംയുക്ത വിദ്യാർത്ഥി സമരം ഉണ്ടായിരുന്നു. അതായിരുന്നു ശബരി ഞങ്ങളെ അടുപ്പിച്ചിരുന്ന ഒരു കാര്യം. ഇപ്പൊ ഹിന്ദി വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് പ്രേമിച്ച് കല്യാണം കഴിച്ചവർ വരെ ഉണ്ട് അല്ലേ? തൈക്കാട് രാജേന്ദ്രൻ്റെ ഭാര്യയും അറിയാമല്ലോ. രണ്ടുപേരും ഒരാൾ ഹിന്ദി വേണമെന്ന്, ഒരാൾ ഹിന്ദി വേണ്ടാന്നാണ്. പക്ഷെ രണ്ടാളും കല്യാണം കഴിച്ച് പിന്നെ അവരുടെ മക്കളൊക്കെ വലിയ ആളുകളെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ സംയുക്ത സമരവേദി ഭയങ്കര ഇതായി. ഇപ്പം സംയുക്ത സമരം ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആവശ്യത്തിലധികം നേതാക്കന്മാരെയും അണികളെയും ഇങ്ങനെ കൃത്രിമമായി പിരികറ്റുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ സബരി പറഞ്ഞതെന്നുണ്ടല്ലോ, എന്തിനാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്? ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആണോ റിയാലിറ്റി, അതോ റിയൽ ലൈഫാണോ? ട്രെയിനിൽ പോയതല്ല പ്രശ്നം, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് പ്രശ്നം. അപ്പം അത് എനിക്ക് പുതിയ ജനറേഷനോട് പറയാനുള്ളത്, പ്രത്യേകിച്ചും ഡെമോക്രസിയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള സംഘർഷം പോലും പ്രസക്തമല്ല. ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയെന്നുള്ള അർത്ഥമില്ല. ട്രേഡ് യൂണിയൻ അത് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് FICTയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒന്നും വല്ല അടിയുണ്ടോ? നിങ്ങൾ ട്രേഡ് യൂണിയനിലില്ലേ? ശബരി ട്രേഡ് യൂണിയനില്ലേ? ഞാനിപ്പോഴും ട്രേഡ് യൂണിയനിലുള്ള ഒരാളാണ്. ഒരു സംഘർഷവും ഇല്ല. അവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നു, അവർ മാനേജ്മെൻറ്റിനോട് സംസാരിക്കുന്നു. ഇനി മാനേജ്മെൻറ്റിനെയും കൂട്ടി സേഫ് ഫാക്ട് എന്നൊക്കെ കൊണ്ട് അവർ ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അനാവശ്യമായ ക്യാമ്പസ് സംഘർഷം കൃത്രിമമായി ഞാൻ അനാവശ്യമല്ല, അത് കുറയ്ക്കണം. ആ ഒരു നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് പറയാനുള്ളത് അവസാനം, എനിക്ക് പണ്ടൊരു ദിവസം ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഒരു ഓർമ്മ കൂടി പറഞ്ഞു വരുത്താം. അന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ സിലോൺ ബേക്ക് ഹൗസിൽ പോയി എറണാകുളത്ത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ശ്രീ ബിനോയ് വിശ്വമുണ്ട്. അപ്പോൾ അച്ഛനോടൊന്ന് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞു, നമ്മൾ ചെറുതായിരുന്നപ്പം 70 സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ ഇവരൊക്കെ പണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പം KSU പ്രസിഡന്റ് ആയിരുന്ന അച്ഛനും അല്ലെങ്കിൽ ASF ഉണ്ടായിരുന്ന അദ്ദേഹവും ഒക്കെ ഇവരെല്ലാവരും പൊയ്ക്കോ, ടിക്കറ്റ് ഇല്ലാതാണ് അന്ന് രണ്ടുപേരും ഏതെങ്കിലും സ്ലീപ്പറിൽ എല്ലാവരും ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു പേപ്പറിൽ തന്നെ വേറെ പാർട്ടിയിലെ ആളുകൾ ഇതുപോലെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗൃഹാതുരത്വത്തിലേക്ക്, ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് ഇന്ന് തന്നെ വന്ന പല ആളുകൾ, അന്ന് 80കളിലും 90കളിലും ഇവരോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ തന്നെ വന്നത് വളരെ ഒരു നൊസ്റ്റാൾജിയുള്ള പഴയ രാഷ്ട്രീയത്തിൻ്റെ ഒരു നൈർമല്യം ഡോക്യുമെൻ്റ് ആവുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും പുതിയ തലമുറയ്ക്ക് കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ കൂടെ പറഞ്ഞു. ഞാനും കുറുപ്പും കൂടെ ബസ്സിൽ പുനലൂർക്ക് പോവുകയാണ്. പുനലൂർ ഇലക്ഷനാണ് പോണത്, ബൈ ഇലക്ഷൻ. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ സൈഡ് സീറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഒരു കാറ്, അന്ന് യൂത്ത് കോൺഗ്രസ്സിന് കാറുണ്ട്, പിന്നെ JKക്ക് കാറുണ്ട്. കാറ് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്യുമ്പോൾ കാർത്തികൻ ഞങ്ങൾ ഈ ബസ്സിൽ പോകുന്നത് കണ്ടു. അപ്പോൾ മൂപ്പര് പോയിട്ട് ബസ് തടഞ്ഞു, കാറുണ്ട്. ഹൈ, നിങ്ങളെന്തിനാ ബസ്സിൽ പോകുന്നത്? നിങ്ങൾ ഇത് രണ്ട് ഇലക്ഷനാണ് പോകുന്നത്, നീ ഓർക്കണ്ടോയെന്നറിയില്ല. എന്നിട്ട് പോയി അവിടെ ഒരു ചായക്കടയിൽ ഇരുന്നു. അപ്പോൾ JKക്ക് ഭയങ്കര കണക്ഷനാണ് ആളുകളായിട്ട്, ഇന്നത്തെ മാതിരി ഉള്ളേക്കാളും കണക്ഷനാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു കടയിലിരിക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ അയാളെയും കൂടെ കൊണ്ടുപോവുക, ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ മുഴുവൻ പറയാൻ പറ്റില്ല. എന്തായാലും ഈ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള ഈ ഒരു സ്നേഹം, സൗഹൃദത്വം അത് ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്ത മാതൃഭൂമിക്ക് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ നൽകുകയാണ്. കാരണം ധാരാളം സെഷനിൽ പങ്കെടുക്കുമ്പോഴും ഈ ഒരു തോട്ട് എടുത്ത് അതിന് ഇത്രയും ശ്രീ PK രാജശേഖരൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും മരത്തിനടിയിൽ ഓടിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ശ്രീ PK രാജശേഖരന് പ്രത്യേക ഒരു നന്ദി ഈ സെഷൻ അറേഞ്ച് ചെയ്ത മാതൃഭൂമിക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട്, വന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് പഴയ ആളുകൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേക ശ്രീ CP ജോൺ, ശ്രീ MS കുമാർ,
ശ്രീ സുരേഷ് കുറുപ്പ് 3 അതിഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യൂണിറ്റ് സെക്രട്ടറിമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ശുഭദിനം. താങ്ക് യു.